അപ്പൊ ഈ ഫിറ്റർ ട്രേഡ് ചൂസ് ചെയ്യുന്നവർ നമ്മുടെ കേരള പി എസ് സിയിൽ ഞാൻ ഈ പറഞ്ഞ ട്രേഡ്സ്മാൻ അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ അപ്പോൾ മെക്കാനിക് ഡീസൽ ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മെക്കാനിക് ഡീസൽ ചൂസ് ചെയ്യുന്നത് ബെറ്റർ തന്നെയാണ്. കാരണം കേരള പി എസ് സിയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ഓൾറെഡി ഒക്ടോബറിൽ മെക്കാനിക് ഡീസൽ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സി ബി ടി ടൂവിൽ പാർട്ട് എ പാർട്ട് ബി വരുന്നത് പാർട്ട് എയിലാണ് നമ്മൾ മാക്സിമം മാർക്ക് ചൂസ് ചെയ്യുന്നത്. കാരണം പാർട്ട് എ ഹായ് വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് റീസെന്റ് ആയിട്ട് RRB റെയിൽവേയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ഒരു എക്സാം അപ്ലൈ ചെയ്യുന്ന തിരക്കിൽ തന്നെയാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ എസ്പെഷ്യലി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആകുന്ന ഒരു പാർട്ടാണ് CBT2 ഏത് ട്രേഡ് ചൂസ് ചെയ്യണം എന്നതിനെ പറ്റി അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചുകാർക്കും ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പൊ അവിടെ നമ്മൾ ആ ട്രേഡ് ചൂസ് ചെയ്യുമ്പോൾ ഏത് ട്രേഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സെഷനിൽ മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് CBT2 ഏതൊക്കെ ട്രേഡ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡ് ചൂസ് ചെയ്താൽ നമുക്ക് മറ്റ് എക്സാമുകൾക്ക് അതൊരു യൂസ് ആയി മാറും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. അപ്പോൾ നമുക്ക് RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ജാനുവരി 20 തൊട്ട് നമുക്ക് ALP എക്സാമിന് വേണ്ടിയിട്ട് RRBയിൽ റിക്രൂട്ട്മെന്റ് പ്രൊഫൈൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് നോക്കുക, ഫെബ്രുവരി 19 ആണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റിലേക്ക് എന്നോട് കൂടി അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. എല്ലാവരും മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ തന്നെ എങ്ങനെയാണ് RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് RRB ALP അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ മാറി കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ RRB ALPയുടെ CBT2 അല്ലെ, CBT2 എക്സാം പാറ്റേൺ നമുക്കൊന്ന് നോക്കാം ആദ്യം എന്താണെന്നുള്ളത്. അപ്പൊ CBT2 എന്ന് പറയുന്ന CBT2 നമുക്ക് രണ്ട് പാർട്ടാണുള്ളത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഓക്കെ, ALP എക്സാമിന് നമുക്ക് രണ്ട് പാർട്ടാണ് ക്വസ്റ്റൻ ഉള്ളത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയും പാർട്ട് ബിയും കൂടെ നമുക്ക് ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours and 30 minutes ആണ്. ടോട്ടൽ 175 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആ 175 ചോദ്യങ്ങളിൽ 100 ചോദ്യം പാർട്ട് എയിലാണ്. അത് നമുക്ക് 90 minutes ആണുള്ളത്. അതേപോലെ റിമൈനിങ് 75 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫ്രം പാർട്ട് ബി ആണ്. ഈ പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മൾ ALP എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ട്രേഡ് ചൂസ് ചെയ്യാനായിട്ട് പറയും. ഇപ്പോൾ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സെറ്റ് ഓഫ് ട്രേഡ് അവിടെ ആപ്ലിക്കേഷനിൽ കാണും, അതിൽ ഒരു ട്രേഡ് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. ആ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഈ പാർട്ട് ബി സെഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ട് ബി നമുക്ക് 1 മണിക്കൂറാണുള്ളത്, നമുക്ക് ടോട്ടൽ നമുക്ക് 2 മണിക്കൂർ 30 മിനിറ്റുമാണുള്ളത്. അതിൽ 1.5 മണിക്കൂർ നമുക്ക് പാർട്ട് എക്കാണ് 100 ചോദ്യം ആൻസർ ചെയ്യാനുള്ള സമയമാണ്. റിമൈനിങ് 1 hour അതായത് 60 minutes എന്ന് പറയുന്നത് പാർട്ട് ബി നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് ചൂസ് ചെയ്ത ട്രേഡിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആ ടൈമിൽ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. അത് നമുക്ക് 1 മണിക്കൂറാണുള്ളത്, 75 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെയാണ് നമുക്ക് CBT2 175 ചോദ്യം വരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ അത് നോട്ടിഫിക്കേഷനിൽ തന്നെ അത് എടുത്തു പറയുന്നുണ്ട്, ഓൺലി ദ മാർക്സ് സ്കോർഡ് ഇൻ പാർട്ട് എ ഷോൾ ബി കൗണ്ടഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫർദർ സ്റ്റേജസ് ഇൻ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അതായത് CBT2 ഷോർട്ട് ലിസ്റ്റ് അതായത് അടുത്ത ഫർദർ പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ട് എയിൽ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്തത് അത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പാർട്ട് ബിയുടെ മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് മാർക്സ് മാത്രമാണ്. നമ്മൾ പാർട്ട് ബിയിൽ 35% മാർക്ക് സ്കോർ ചെയ്യുക, അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. അപ്പൊ പാർട്ട് എയിൽ നിങ്ങൾ 100 മാർക്കിൽ CBT2 പാർട്ട് എയിൽ നിങ്ങൾ 100 മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അവിടെയാണ് നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ആ മാർക്കിന്റെ ബേസിസിലാണ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് തീരുമാനിക്കുന്നത്.
പാർട്ട് ബിയുടെ മാർക്ക് നമ്മൾ ജസ്റ്റ് ക്വാളിഫയിങ് മാർക്ക് മാത്രം മതി. ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 35%. അതായത് 75 ചോദ്യമാണുള്ളത്. 75 മാർക്ക് അതിന്റെ 35%, അതായത് അറൌണ്ട് 27-28 മാർക്സ് ആണ് നമുക്ക് ക്വാളിഫൈ ഉള്ളത്. അപ്പൊ അത്രയും മിനിമം മാർക്ക് നമ്മൾ പാർട്ട് ബിയിൽ പാർട്ട് ബി നമ്മളെ ട്രേഡ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളിൽ നിന്ന് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് അവിടെ എത്ര മാക്സിമം മാർക്ക് പാർട്ട് ബി നമ്മുടെ ട്രേഡിനെ ബേസ് ചെയ്ത് എത്ര മാക്സിമം മാർക്ക് മേടിക്കുന്നു എന്നതിനകത്തൊരു ക്രൈറ്റീരിയ അവിടെ വരുന്നത്. ജസ്റ്റ് ക്വാളിഫയിങ് മാർക്സ് മതി. അത് എത്രയാണ്? 35% ഓഫ് ട്രേഡ് ബേസ്ഡ് മാർക്ക്. 75 മാർക്സിന്റെ 35%, അതായത് ഏകദേശം ഒരു 28 മാർക്ക് നമ്മുടെ മാക്സിമം ട്രേഡിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളിൽ നിന്ന് കരസ്ഥമാക്കാൻ ശ്രമിക്കുക. അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. പക്ഷെ പാർട്ട് എയിൽ നമ്മൾ മാക്സിമം മാർക്ക് ആ 100 ചോദ്യങ്ങളിൽ മാക്സിമം മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക. അതാണ് നമ്മുടെ CBT 2 നോട്ടിഫിക്കേഷൻ എടുത്തു പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ട്രേഡ് ബേസ് ചെയ്ത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ക്വാളിഫൈങ് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ആ 35% മാർക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പോ നമുക്ക് ഈ ക്വാളിഫൈങ് പാർട്ട് ബിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കൽ സ്ട്രീം, അതായത് നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഓട്ടോ ബിടെക് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഏതൊക്കെ ട്രേഡ് ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറ്റർ ട്രേഡ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡ് ചൂസ് ചെയ്യാൻ പറ്റും. ട്രാക്ടർ മെക്കാനിക്ക്, അതേപോലെ മെക്കാനിക് ഡീസൽ, ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്ക്, ഹീറ്റ് എഞ്ചിൻ, മിൽറൈറ്റ് ആൻഡ് മെയിൻ്റെനൻസ് മെക്കാനിക്, ഇത്രയും ട്രേഡുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ട്രേഡ് ചൂസ് ചെയ്യുമ്പോൾ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏത് ഓപ്ഷൻ, ഏത് ട്രേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ, ഡിപ്ലോമ ബിടെക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ പറയുന്ന ട്രേഡുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ട്രേഡിനെ ബേസ് ചെയ്തുള്ള 75 ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് CBT 2 പാർട്ട് ബി സെക്ഷനിൽ വരുന്നത്. നിങ്ങൾ ഫിറ്റർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫിറ്ററിനെ ബേസ് ചെയ്തുള്ള 75 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ CBT 2 പാർട്ട് ബി സെക്ഷനിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരിക. അല്ല നിങ്ങൾ മെക്കാനിക് ഡീസൽ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ട്രേഡിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു 35% മാർക്ക്, ആ ഒരു പാർട്ട് ബി സെക്ഷനിലെ 35% മാർക്ക് സ്കോർ ചെയ്യുക എന്നാണ് നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അതേപോലെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഓട്ടോമൊബൈൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഉണ്ട്, ട്രാക്ടർ മെക്കാനിക് ഉണ്ട്, മെക്കാനിക് ഡീസൽ ഉണ്ട്, ഹീറ്റ് എഞ്ചിൻ ഉണ്ട്, അതേപോലെ തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. അപ്പൊ ഇത്രയും ട്രേഡുകളാണ് ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് CBT 2 ട്രേഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾ ചൂസ് ചെയ്തേ സാധ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള ട്രേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഇതിൽ ഏത് ട്രേഡ് ചൂസ് ചെയ്താലാണ് കുറച്ച് ബെനിഫിറ്റ് ഉള്ളത്? ബെനിഫിറ്റ് മീൻസ് നമുക്ക് എന്തായാലും 2024 എന്ന് പറയുന്ന വർഷം RRB ALP ഓൾറെഡി നമുക്ക് എക്സാം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു വിത്തിൻ 2 to 3 months നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ എന്തായാലും ട്രേഡിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കാരണം ആ 75 മാർക്കിന്റെ 35%, അതായത് 28 മാർക്ക്, മിനിമം 28 മാർക്ക് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. എങ്കിലേ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ട്രേഡിനെ ബേസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അത് നമുക്ക് മറ്റു പല എക്സാമുകൾക്കും യൂസ് ആകാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്ക് ട്രേഡ് ചൂസ് ചെയ്യുന്നതിനകത്ത് ഒരു ഈസിനെസ് വരാൻ സാധിക്കും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ കേരള PSC എക്സാമിന് നമുക്കിപ്പോ 2024 ആനുവൽ കലണ്ടർ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഫിറ്റർ എന്ന് പറയുന്ന തസ്തിക, ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം എക്സാമുകൾ നമുക്ക് ഈ ഒരു വർഷം വരുന്നുണ്ട് കേരള PSC. ഇപ്പോൾ ഏപ്രിൽ മാസം എടുക്കുകയാണെങ്കിൽ ട്രേഡ്സ്മാൻ ഫിറ്റർ ഉണ്ട്, അതേപോലെ കേരള വാട്ടർ അതോറിറ്റി ഫിറ്റർ ഉണ്ട്, അതേപോലെ ഒക്ടോബർ മാസത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് എക്സാമുകൾ ഈ 2024 കേരള PSC വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റർ ട്രേഡ് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പറയുന്ന എക്സാമുകൾക്കും കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ ഫിറ്റർ, അതേപോലെ കേരള വാട്ടർ അതോറിറ്റി ഫിറ്ററിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രേഡ് എന്തായാലും നിങ്ങൾ പഠിക്കണം അല്ലെ, കേരള PSC എക്സാം. അപ്പൊ ഈ പഠിക്കുന്ന RRBക്ക് പഠിക്കുന്ന ഈ ഫിറ്റർ ട്രേഡ് നമുക്ക് ആ ഒരു എക്സാമിനും യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ ആ ഫിറ്റർ ട്രേഡ് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പല എക്സാമുകൾക്കും അവിടെ യൂസ് ആയി മാറും. അപ്പൊ അങ്ങനെയുള്ള എക്സാമുകളൊക്കെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികള് മാക്സിമം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഫിറ്റർ ട്രേഡ് ചൂസ് ചെയ്ത് കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ആ എക്സാമുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ആ മിനിമം 35% സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. അത് എന്തായാലും ഈസിലി അച്ചീവബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഫിറ്റർ ട്രേഡ് നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ സിലബസിൽ വരാൻ സാധ്യതയുള്ളത് മാർക്കിംഗ് ടൂളുകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക്
വരാം. നമ്മളെ സ്ക്രൈബർ, ഡിവൈഡർ, വെർനിയർ കാലിപ്പർ പോലെയുള്ള സർഫസ് ഗേജ്, സർഫസ് പ്ലേറ്റ്, ആംഗിൾ പ്ലേറ്റ്, കോമ്പിനേഷൻ സെറ്റ് അങ്ങനെയൊക്കെയുള്ള ടൂൾസുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ടോപ്പിക് നമുക്ക് വരാം. അതേപോലെ ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ്, നമ്മൾ ഹാമർ അല്ലെ, അപ്പൊ അതേപോലെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കണം. പിന്നെ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ്, പ്രധാനമായിട്ടും ഫയലിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്. ടൈപ്സുകൾ, അതേപോലെ ഗ്രേഡ് ഓഫ് ഫയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കണം. പിന്നെ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ്, അവിടെ നമ്മൾ മൈക്രോമീറ്റർ, നമ്മുടെ വെർനിയർ കാലിപ്പർ, അതേപോലെ ലിമിറ്റ്സ്, ഫിക്സ് ആൻഡ് ടോളറൻസ്, അങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാം. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസുകളാണ്, നമ്മൾ ആ തിയറി നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഫാസ്റ്റ്നേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ, നമ്മുടെ ഫിറ്റർ ട്രേഡ് സിലബസിൽ വരുന്നതാണ്. ഫാസ്റ്റ്നേഴ്സ് നമ്മൾ സ്ക്രൂ ത്രെഡുകൾ അല്ലെ, നമ്മളവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡുകൾ, അതിന്റെ നോമൻക്ലേച്ചർ, അതേപോലെ തന്നെ അവിടെ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ, പല ടൈപ്പ് ത്രെഡുകളുടെ ഇൻക്ലൂഡഡ് ആംഗിൾ, അതേപോലെ സ്ക്രൂ ത്രെഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് പഠിക്കണം. അതേപോലെ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസുകൾ, നമ്മുടെ പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് നമുക്കറിയാം, ബെൽറ്റ് ഡ്രൈവ്, റോപ്പ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, അങ്ങനെയുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ അവിടെ നടത്താം. പിന്നെ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ്, അതായത് മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ്, ഫെറസ് മെറ്റൽ, നോൺ ഫെറസ് മെറ്റൽസുകൾ, അതേപോലെ തന്നെ അതിന്റെ കോമ്പിനേഷൻസുകൾ, അലോയ്സ്, അതേപോലെ ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ, നമ്മുടെ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ്, അനീലിംഗ്, ടെമ്പറിംഗ്, നോർമലൈസിംഗ് പോലെയുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളുടെ ബേസിക് സ്റ്റഡി, അതൊക്കെ നമ്മൾ ആ ഒരു പോർഷനിൽ നിന്ന് പഠിച്ചിരിക്കണം. പിന്നെ ഫോർജിംഗ് എന്ന് പറയുന്ന മാനുഫാക്ചറിംഗ് പ്രോസസ് എന്നുള്ള ചോദ്യങ്ങൾ വരാം. ഫോർജിംഗ് പറയുമ്പോൾ ഫോർജിംഗ് യൂസ് ചെയ്യുന്ന ടൂളുകളെ പറ്റിയുള്ള ഒരു സ്റ്റഡി നടത്തണം. അതേപോലെ ഫോർജിംഗ് ഓപ്പറേഷൻസുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. വെൽഡിംഗിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോഡുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വെൽഡിംഗ് ടെർമിനോളജികൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ ബ്രേസിംഗ്, സോൾഡറിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ലെയ്ത്ത്, നമ്മുടെ മെഷീൻ ടൂളിൽ ലെയ്ത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെയ്ത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ലെയ്ത്ത് പഠിക്കുമ്പോൾ അവിടെയുള്ള ഡിഫറെന്റ് പാർട്സുകൾ, അതിന്റെ ഫംഗ്ഷൻസുകൾ, പിന്നെ ലെയ്ത്തിൽ നമ്മൾ ചെയ്യുന്ന ഡിഫറെന്റ് ഓപ്പറേഷൻസ്, ടേണിംഗ്, ടേപ്പർ ടേണിംഗ്, സ്ക്രൂ ത്രെഡിങ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ഓപ്പറേഷൻസുകളൊക്കെ, ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻസ്, അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ നടത്തണം. അതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ, അതൊക്കെ നമുക്ക് ഈ കട്ടിംഗ് ടൂൾ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് ഗ്രൈൻഡിംഗുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റർ ട്രേഡിൽ നിന്ന് പ്രധാനമായിട്ട് ഡ്രില്ലിംഗ് മെഷീൻ, അതേപോലെ ജിഗ്സ് ആൻഡ് ഫിക്ചേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫിറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഫിറ്റർ ട്രേഡ് ചൂസ് ചെയ്യുന്നവർ നമ്മുടെ കേരള PSC ഞാൻ ഈ പറഞ്ഞ ട്രേഡ്സ്മാൻ, അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫിറ്റർ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. കാരണം ആ എക്സാമുകൾക്ക് ഇപ്പൊ കേരള PSC ബേസ് ചെയ്തുള്ള എക്സാം ആകുമ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി എന്തായാലും ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് ഈ ALP എക്സാമിനുള്ള ആ ഒരു മിനിമം ക്വാളിഫൈങ് മാർക്ക് നമുക്ക് ഫിറ്റർ ട്രേഡ് ചൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേരള PSC ബേസ് എക്സാമുകൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ ധൈര്യമായി തന്നെ ഫിറ്റർ ട്രേഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ALPക്കും യൂസ് ആയി മാറുന്നു. ഓക്കെ, അതേപോലെ നമുക്ക് രണ്ടാമത് മെക്കാനിക് ഡീസൽ എന്ന് പറയുന്ന ഒരു ട്രേഡ്, നമ്മുടെ ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അതേപോലെ തന്നെ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഫിറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഫിറ്റർ ചൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ മെക്കാനിക് ഡീസൽ എന്ന് പറയുന്ന ട്രേഡ് നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഉദ്യോഗാർത്ഥികൾക്ക് ചൂസ് ചെയ്യാം. 2 സ്ട്രീമുകാർക്ക് മെക്കാനിക്കൽ ഡീസൽ ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ മെക്കാനിക് ഡീസൽ ട്രേഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ മെക്കാനിക് ഡീസലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാം, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം നമുക്ക് നോർമലി കേരള PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ എക്സാം നമുക്ക് 2024 പ്രതീക്ഷിക്കുന്ന ഒരു എക്സാം തന്നെയാണ്. 2027 കലണ്ടറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒക്ടോബർ മാസത്തിൽ നമുക്ക് ആ ഒരു എക്സാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മെക്കാനിക് ഡീസൽ, ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവര് മെക്കാനിക് ഡീസൽ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള PSC നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ധൈര്യത്തോടെ മെക്കാനിക് ഡീസൽ ALPക്കും ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ആ ട്രേഡ് മെക്കാനിക് ഡീസലിന് വേണ്ടിയിട്ട് നിങ്ങൾ കേരള PSC പഠിക്കുന്ന അതേ കണ്ടന്റുകൾ തന്നെ നമുക്ക് ഈ ഒരു ALP എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ എഞ്ചിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർ, കൂടുതലും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിലും അവർക്കും മെക്കാനിക് ഡീസൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ പ്രധാനമായിട്ടും വരുന്നത് ആദ്യത്തെ കുറച്ച് കോമൺ ടോപ്പിക്സുകളാണ്. നമ്മൾ എല്ലാ സെമസ്റ്ററിന്റെയും ആദ്യ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കോമൺ ടോപ്പിക്സുകളാണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, അതേപോലെ ഹാൻഡ് ആൻഡ് പവർ ടൂൾസ്, ഡ്രില്ലിംഗ് മെഷീൻ, ബേസിക് ഇലക്ട്രിസിറ്റി, ഹാൻഡ് റീമേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു ഹൈഡ്രോളിക്സ് ആൻഡ് ഇവൻ, ഇത്രയും കോമൺ ടോപ്പിക്സുകളാണ് നമ്മൾ മെക്കാനിക് ഡീസലിന്റെ ട്രേഡിലെ സെമസ്റ്റർ 1 പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ
ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എഞ്ചിൻ കൺസ്ട്രക്ഷൻ ആൻഡ് ടെർമിനോളജി, അതായത് എഞ്ചിൻ അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, എഞ്ചിന്റെ ഡിഫറെന്റ് പാർട്സുകൾ, അതിന്റെ ഫംഗ്ഷൻസുകൾ, അതേപോലെ അതിൽ വരുന്ന എഞ്ചിൻ ടെർമിനോളജി, ഒരു മീൻസ് സ്ട്രോക്ക് എന്താണ്, ബോർ, അങ്ങനെയുള്ള ഡിഫറെന്റ് ടെർമിനോളജീസ്, ക്ലാസിഫിക്കേഷൻ, പല ആസ്പെക്ടിൽ നമ്മൾ എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസിഫിക്കേഷനും എസ്പെഷ്യലി 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, അതിനെ ബേസ് ചെയ്തുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ. അതേപോലെ ഡിഫറെന്റ് സിസ്റ്റംസ് ഇൻ ഐസി എഞ്ചിൻ, അതായത് കൂളിംഗ് സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ടൈപ്പുകൾ. അതേപോലെ ഫ്യൂൽസ് ആൻഡ് കമ്പസ്റ്റൻ എന്ന് പറയുന്ന ടോപ്പിക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂൽസുകൾ ഏതൊക്കെയാണ്, കമ്പസ്റ്റൻ ഇക്വേഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മുടെ എഞ്ചിൻ സിസ്റ്റത്തിലെ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റങ്ങൾ, അതിനകത്തുള്ള കമ്പോണൻസ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ പെട്രോൾ ആൻഡ് ഡീസൽ ഫ്യൂൽ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ചോദ്യങ്ങൾ ഒരുപാട് വരുന്ന ഒരു ഏരിയയാണ്. പിന്നെ എമിഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചാർജിങ് ആൻഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെക്കാനിക് ഡീസൽ ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ സിലബസിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ മെക്കാനിക് ഡീസൽ, ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മെക്കാനിക് ഡീസൽ ചൂസ് ചെയ്യുന്നത് ബെറ്റർ തന്നെയാണ്. കാരണം കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ഓൾറെഡി ഒക്ടോബറിൽ മെക്കാനിക് ഡീസലിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന, ആ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ധൈര്യത്തോടെ തന്നെ ALPയിൽ മെക്കാനിക് ഡീസൽ ചൂസ് ചെയ്യാം. കാരണം ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള, നമുക്ക് ചൂസ് ചെയ്യാൻ മെക്കാനിക്കൽ ഓട്ടോമൊബൈലുകാർക്ക് ചൂസ് ചെയ്യാനുള്ള ട്രേഡ് ആണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത്, MMV അല്ലെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് കേരള PSC എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ AMV അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതേപോലെ MMVക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രാഞ്ച് നല്ലത് തന്നെയാണ്. കാരണം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നോട്ട്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ഈ ഒരു ട്രേഡ് പ്രിപ്പയർ ചെയ്ത് ALPക്ക് പോകാൻ പറ്റും. അപ്പൊ അവിടെയും നമ്മുടെ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സെമസ്റ്റർ 1 നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാർക്കിംഗ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം റിലേറ്റഡ് ടു ഓട്ടോമൊബൈൽസ്. പിന്നെ നമ്മുടെ എഞ്ചിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, നമ്മൾ ഓൾറെഡി ഇപ്പം ഡീസൽ മെക്കാനിക് ആയിക്കോട്ടെ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അവിടെ എല്ലാം നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ എഞ്ചിന്റെ ഡിഫറെന്റ് ടൈപ്സ് പാർട്സുകളും അതിന്റെ ഫംഗ്ഷൻസുകളും, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ തെർമോഡൈനാമിക് സൈക്കിളുകൾ അല്ലെ, നമ്മുടെ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഒക്കെ വർക്ക് ചെയ്യുന്ന സൈക്കിളുകൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, കാർനോട്ട് സൈക്കിൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഡിഫറെന്റ് സിസ്റ്റംസുകൾ, കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഫ്യൂൽ സിസ്റ്റം, ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം. പക്ഷെ മെക്കാനിക് മോട്ടോർ വെഹിക്കിളിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ലച്ച്, ഗിയർ ബോക്സ്, സസ്പെൻഷൻ സിസ്റ്റം, വീൽസ് ആൻഡ് ടയേഴ്സ്, സ്റ്റിയറിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, HVAC നോട്ടോൾസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. MMV ബേസ് ചെയ്തുള്ള സിലബസിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് ചൂസ് ചെയ്യുന്നവർ നമ്മുടെ എഞ്ചിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ചോദ്യങ്ങൾ വരാൻ സാധ്യതകളാണ്. അപ്പൊ AMVA അതേപോലെ MMVക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, കേരള PSC 2021 നടന്ന പരീക്ഷയാണ് AMV MMV ഒക്കെ അല്ലെ. അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ MMV ചൂസ് ചെയ്താൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. കാരണം നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഒന്നുകൂടെ റിലീസ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ പിന്നെ നമ്മുടെ സിലബസിൽ മെക്കാനിക്കലായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് എഞ്ചിനാണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ തെർമോഡൈനാമിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് അല്ലെ. അവിടെയൊക്കെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. മെഷർമെന്റുമായിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ഇലക്ട്രിസിറ്റി, ഷീറ്റ് മെറ്റൽ, ഫോർജിങ്, വെൽഡിംഗ്, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് തന്നെ സെമസ്റ്റർ 1 പഠിക്കുന്നതാണ്. ഹീറ്റ് എഞ്ചിൻ ട്രേഡിൽ പഠിക്കുന്നതാണ്. അത് നോക്കിയിരിക്കണം. പിന്നെ നമ്മൾ പോകുമ്പോൾ ഹീറ്റ് എഞ്ചിൻ ട്രേഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സിന്റെ എല്ലാ ബേസിക് കൺസെപ്റ്റുകളും അറിഞ്ഞിരിക്കണം. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കണം. അവിടെ ഹീറ്റ് എഞ്ചിൻ, അതേപോലെ ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ, ആ കൺസെപ്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ നോക്കിയിരിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ IC എഞ്ചിനിലേക്ക് വരുമ്പോൾ അതിന്റെ നോർമലി നമ്മളിപ്പോൾ മെക്കാനിക് ഡീസലിലും MMVയിലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും ക്ലാസിഫിക്കേഷനും ഒക്കെ പഠിക്കണം. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസുകൾ ഞാൻ പറഞ്ഞ പോലെ കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ കൺസെപ്റ്റുകളൊക്കെ നോക്കണം. പിന്നെ പെട്രോൾ എഞ്ചിനെയും ഡീസൽ എഞ്ചിനെയും പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി തന്നെ നടത്തണം. അതിന്റെ ഡിഫറൻസ് കമ്പാരിസൺ പഠിക്കണം. പെട്രോൾ എഞ്ചിൻ അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്, ഡീസൽ എഞ്ചിൻ സിസ്റ്റം എങ്ങനെയാണ്, ദെൻ SI സ്പാർക്ക് ഇഗ്നിഷനും കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്, അതിന്റെ ഒരു കമ്പാരിസൺ പഠിക്കണം. അതേപോലെ ഇഗ്നിഷൻ സിസ്റ്റത്തിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തണം. കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഫ്യൂൽ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ MMV അതേപോലെ മെക്കാനിക് ഡീസലിനെ പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ നമുക്കിവിടെ ഡിഫറെന്റ് കമ്പസ്റ്റൻ ഫിനോമിന, നമ്മുടെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിലും കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനിലുള്ള കമ്പസ്റ്റൻ ഫിനോമിന, നോർമൽ കമ്പസ്റ്റൻ, അബ്നോർമൽ കമ്പസ്റ്റൻ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ പ്രഷർ ടാങ്കുകൾ, P θ ഡയഗ്രത്തിന് ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ
നോക്കിയിരിക്കണം. പിന്നെ നമ്മുടെ ഡിറ്റോണേഷൻ കൺസെപ്റ്റ്, അതായത് പെട്രോൾ എഞ്ചിനിലെയും ഡീസൽ എഞ്ചിനിലെയും ഡിറ്റോണേഷൻ കൺസെപ്റ്റ്, അതിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടറുകൾ, അത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ഫാക്ടറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കും. പിന്നെ സസ്പെൻഷൻ സിസ്റ്റം, സ്റ്റിയറിംഗ് ആൻഡ് ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ ഹീറ്റ് എഞ്ചിൻ ട്രേഡിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 ട്രേഡുകളാണ് മോസ്റ്റ്ലി. അതായത് ഒരുപാട് ട്രേഡുകൾ പറയുന്ന ബെറ്റർ നമുക്ക് ഈ ഒരു ട്രേഡുകൾ ചൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഫിറ്റർ ഞാൻ പറഞ്ഞു, ഫിറ്റർ നമ്മുടെ ഇങ്ങനെയുള്ള കേരള PSC ബേസ് ചെയ്തുള്ള ഈ എക്സാമുകൾ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അതേപോലെ ട്രേഡ്സ്മാൻ, KW ഫിറ്റർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ധൈര്യത്തോടെ ഫിറ്റർ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ആ ഒരു എക്സാമിനും യൂസ്ഫുൾ ആകും. പല എക്സാമുകൾക്ക് നമ്മൾ ഈ പഠിക്കുന്ന ട്രേഡ് യൂസ് ആകും എന്നുള്ളത് തന്നെയാണ് ഞാനത് പ്രിഫർ ചെയ്യാൻ നിങ്ങൾ പറയുന്നത്. ഫിറ്റർ ട്രേഡ് തന്നെ ചൂസ് ചെയ്യുക. സിലബസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫിറ്റർ ചൂസ് ചെയ്യുക. ഇനി അല്ല, ഇങ്ങനെയുള്ള കേരള PSC ബേസ് ചെയ്തുള്ള എക്സാമുകളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുകളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഹീറ്റ് എഞ്ചിൻ, അതേപോലെ മെക്കാനിക് ഡീസൽ, അല്ലെങ്കിൽ MMB മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പോലെയുള്ള, കാരണം അവിടെയൊക്കെ മോസ്റ്റ്ലി കോമൺ ആയിട്ട് എഞ്ചിൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് മോസ്റ്റ്ലി വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രേഡ് ചൂസ് ചെയ്യുക. അല്ല കംപ്ലീറ്റ്ലി ഫിറ്റർ ട്രേഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ പ്യൂർലി തിയറട്ടിക്കൽ ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈ ഒരു 4 ട്രേഡുകളായിരിക്കും മോസ്റ്റ്ലി നമുക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഉദ്യോഗാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ അവരൊക്കെ അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ സിലബസ് ഞാൻ ഈ 4 അതിന്റെ ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കണ്ടന്റുകളായിരിക്കും മോസ്റ്റ്ലി ഈ എക്സാമിൽ പഠിക്കാനുള്ളത് എന്നതിനെ പറ്റി ഒരു ബേസിക് ഐഡിയയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാക്സിമം നിങ്ങളുടെ പ്രിഫറൻസോട് കൂടി തന്നെ ട്രേഡ് ചൂസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ CBT 2 പാർട്ട് എ പാർട്ട് ബി വരുന്നത്. പാർട്ട് എയിലാണ് നമ്മൾ മാക്സിമം മാർക്ക് ചൂസ് ചെയ്യുന്നത്. കാരണം പാർട്ട് എയിൽ ആ 100 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കട്ട് ഓഫ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. അപ്പൊ പാർട്ട് എ മാക്സിമം നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നോൺ ടെക്നിക്കൽ പാർട്ടിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. പാർട്ട് ബി നമ്മൾ ട്രേഡിനെ ബേസ് ചെയ്ത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ പറയുന്നത് 35% മാർക്ക്, അത് കാസ്റ്റ് ഒന്നുമില്ല, ഏത് ഉദ്യോഗാർത്ഥിയാണെങ്കിലും 35%, ടോട്ടൽ മാർക്കിന് 75ന്റെ 35% മാർക്ക് അവിടെ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അറൌണ്ട് 27-28 മാർക്സ് നമ്മൾ സ്കോർ ചെയ്യണം. അതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അത് നമ്മൾ ഈ ഒരു ട്രേഡിനെ ബേസ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് പഠിച്ചു പോയാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല, ഈസി ആയിട്ട് സ്കോറബിൾ ആണ്. അപ്പോൾ നമുക്ക് മറ്റു പല എക്സാമുകൾക്കും യൂസ് ആകുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് ചൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് എന്ത് ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിയും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ RRB ALPയുടെ കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് 9048777244 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കും. അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിരുന്നാൽ മതി, ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ സെഷനിൽ വീണ്ടും കാണാം. അതിൽ താങ്ക് യു.